ഹായ് എവ്രിവൺ, ഞാൻ ഡോക്ടർ അലീഷ അനിൽ പി ടി. ഞാൻ ഡോക്ടർ ഫായിസ് ഹുസൈൻ പി ടി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീസെന്റ് ആയിട്ട് എനിക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റിനെ പറ്റിയിട്ടാണ്. ഞാനും എൻ്റെ അമ്മയും കൂടെ ലാസ്റ്റ് ഡേ ഒരു ഷോപ്പിൽ പോയി. അപ്പൊ അവിടെ വെച്ച് എന്തോ പേഷ്യന്റെ കാര്യം എന്തോ പറഞ്ഞ സമയത്ത് പെട്ടെന്ന് ആ ഷോപ്പിലെ ചേട്ടൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ നേഴ്സ് ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ ഫിസിയോതെറപ്പിസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഫസ്റ്റ് തിങ് ആൾ എന്നോട് ചോദിച്ചത്, ഈ ആയുർവേദ ഫിസിയോതെറപ്പി ആണോ ഉഴിച്ചിലൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ്. ആയുർവേദ ഫിസിയോതെറപ്പി എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? ആക്ച്വലി ആയുർവേദ ഫിസിയോതെറാപ്പി എന്നൊരു പറഞ്ഞൊരു സംഭവം ഇല്ല. അങ്ങനെ ഒരു പോസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോഴ്സോ ഒന്നും തന്നെ ഇല്ല. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ മലപ്പുറം, കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പല ആയുർവേദ ഹോസ്പിറ്റൽസും ആയുർവേദ ക്ലിനിക്സും കൂടത്തില് ഫിസിയോതെറാപ്പി നടത്തുന്നുണ്ട്. ഒന്നിനും പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് തന്നെ ഫേമസ് ആയി അറിയുന്ന പലതും ഉണ്ടാവാം. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നല്ലൊരു കാര്യമാണ്, ആയുർവേദത്തിന്റെ കൂടെ ഫിസിയോതെറാപ്പി കൊടുക്കുന്നതുകൊണ്ട് പേഷ്യൻസിന് ബെറ്റർ ആവുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു എന്താ പറയുക, ഒരു ലേബല് വരാണ്, ആയുർവേദത്തിന്റെ കൂടെ കൊടുക്കുന്ന ഒരു സാധനമാണ് ഫിസിയോതെറാപ്പി. അത് ഇൻഡിപെൻഡന്റ് പ്രൊഫഷനായ നമുക്ക് മോഡേൺ മെഡിസിന്റെ കീഴിലുള്ള ഫിസിയോതെറാപ്പി എന്ന പ്രൊഫഷന് അത് ശരിക്കും ഒരു പ്ലസ് ആണോ എന്നുള്ളത് എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മളടുത്ത് വരുന്ന ഒരു മെജോറിറ്റി സ്ട്രോക്ക് കേസസിന്റെ ബൈസ്റ്റാൻഡേഴ്സ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഈ ഫിസിയോതെറാപ്പി ഡോക്ടർ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, അപ്പോ ഈ തിരുമലൊക്കെ ചെയ്ത് ഒഴിച്ചിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ശരിയാക്കി തരാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ അതിന്റെ ശരിക്കുള്ളൊരു എന്താണ് ഈ ഫിസിയോതെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് അറിയില്ല. ബേസിക്കലി ആയുർവേദത്തിൽ കൂടുതലും ഉഴിച്ചില്, പിഴിച്ചില്, അതേപോലെ തന്നെ ഹെർബ്സ് കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കയറാൻ ഞാൻ ആളല്ല, ബിക്കോസ് അത് ആയുർവേദിക് ഡോക്ടേഴ്സിന്റെ എക്സ്പെർട്ടീസിലുള്ള കാര്യങ്ങളാണ്. ബട്ട് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ഒരു എവിഡൻസ് ബേസ്ഡ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം ആണ്. നമ്മൾ മോഡേൺ മെഡിസിന്റെ കീഴിലാണ് നമ്മൾ വരുന്നത്, ഒരിക്കലും ആയുർവേദിക് ഇതിന്റെ കീഴിലുള്ള ഒരു പ്രൊഫഷൻ അല്ല. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, ഒരു ബ്രെയിനിലേക്ക് ബ്ലഡ് സപ്ലൈ കിട്ടാതെ വരുമോ, ഇല്ലെങ്കിൽ കൂടുതൽ ബ്ലഡ് സപ്ലൈ എന്താ പറയാ ഹെമറേജ് പോലെ സംഭവിച്ചിട്ട് പേഷ്യൻസിന് സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ ആ സെൽസ് മരിച്ചു. നമ്മൾ ഉദ്ദേശിക്കുന്നത് ചുറ്റുമുള്ള സെൽസിനെ എങ്ങനെ മൂവ്മെന്റ് ചെയ്തെടുപ്പിക്കാം, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് റീലേൺ ആണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. സോ അതാണ് നമ്മൾ ബേസിക് ആയിട്ട് കൊടുക്കുക. സോ മൂവ്മെന്റ് ആണ് നമ്മുടെ മെഡിസിൻ, അല്ലാണ്ട് ഒഴിച്ചിലല്ല. അതേപോലെ തന്നെ നമ്മൾ ഫിസിയോതെറാപ്പിയിൽ യൂസ് ചെയ്യുന്ന കുറെ ടെക്നിക്സുകൾ ഉണ്ട്. അത് നമ്മൾ ഹാൻഡ്സ് ഓൺ വർക്കിംഗ് ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം. അപ്പൊ അതിൽ നമ്മൾ ഈ ട്രിഗർ റിലീസ്, മയോഫേഷ്യൽ റിലീസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോ ജെല്ലോ ഓയിലോ എന്തൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. അതൊരു നമ്മളൊരു ലൂബ് പോലെയാണ് അത് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒന്ന് ഓയിൽ ഇട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹോട്ട് പാക്ക് പോലെ എന്തെങ്കിലും ചൂട് കൊടുത്തു കഴിഞ്ഞാലോ അപ്പൊ ഇവര് ഇത് ആയുർവേദത്തിനോട് താരതമ്യം ചെയ്ത് പോകും. അതായത് മുന്നേ ഒക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദിക്കിൽ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്ന എന്താ പറയാ ചൂടും അതേപോലെ തന്നെ ഓയിൽ ആൻഡ് മസാജ് കാര്യങ്ങളാണല്ലോ നമുക്ക് അറിയുന്ന ഒരു ആയുർവേദ ട്രീറ്റ്മെന്റിൽ ഉള്ളത്. അതാണ് ഇതേ സാധനം ആര് കൊടുത്താലും അതായിട്ടേ കാണുള്ളൂ, മസാജ് ആയിട്ടേ കാണുള്ളൂ. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അവിടെയും നോക്കുന്നത്, ഇവിടെയും നോക്കുന്നത്. അത് ഓക്കെ. അതല്ലാണ്ട് കൈകൊണ്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും മസാജ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നതാണ് ശരിക്കും സംഭവിക്കുന്ന മിസ്റ്റേക്ക്. പൊതുവെ നമ്മൾ പൊതുജനങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് അവർ പറയുന്നതാണ്. പക്ഷെ അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആൻഡ് ദ ഫാക്ട് ഇസ്, വെറുതെ ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി കഴിഞ്ഞ ഉടനെ നമ്മൾ പോയി അപ്ലൈ ചെയ്യുന്നതല്ല ഈ ടെക്നിക്സ് ഒന്നും. ഇതിനെല്ലാം സെപ്പറേറ്റ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇതെല്ലാം പിന്നെ നമ്മൾ പോയി വർക്ക്ഷോപ്സ് ആയിട്ട് പഠിച്ച് അതിനുശേഷമാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. ഇതൊക്കെ ഒരു എന്താ പറയാ കോംപ്ലിമെന്ററി ട്രീറ്റ്മെന്റ് പോലെയാണ് കൊടുക്കുന്നത്. ഈ കൊടുക്കുന്ന ട്രീറ്റ്മെന്റും അല്ല ഫിസിയോതെറാപ്പി. ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് മൂവ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയാ ഒരു വലിയൊരു എന്തൊരു സെക്ഷനാണ്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത്ര ലെവലിൽ കിടക്കുന്ന ഒരു സെക്ഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ആയുർവേദ ഹോസ്പിറ്റൽസിലൊക്കെ ഫിസിയോതെറാപ്പി ആഡ് ചെയ്തിട്ടുള്ള ശരിക്കും ഒരു സപ്പോർട്ടീവ് ആണ് അവർക്ക്. അല്ലാതെ അതായത് സിമ്പിൾ ആയിട്ടൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളെ ട്രീറ്റ്മെന്റ് കൊണ്ട്, അതായത് നമ്മുടെ ഒരു പ്രൊഫഷനും കൊണ്ട് ഫുൾ ആയിട്ട് ഒരാൾക്ക് മാറുമെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് പ്രൊഫഷനെ നമ്മൾ അവിടെ വെക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ശരിയല്ലേ? അതായത് ഇപ്പൊ ഞാൻ ഫിസിയോതെറാപ്പി കൊടുത്തിട്ട് ഫുൾ ആയിട്ട് ഒരാൾക്ക് മാറുന്നുണ്ടെങ്കിൽ അയാൾ മെഡിസിൻ കഴിക്കണം എന്ന് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഉണ്ടോ? ഇല്ല. അതേപോലെ തന്നെ MBBS ഡോക്ടേഴ്സ് മെഡിസിൻ കൊടുത്ത് മാത്രം മാറുന്നുണ്ടെങ്കിൽ അവർക്ക് ഫിസിയോതെറാപ്പി റെക്കമെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ബേസിക്കലി എല്ലാം കമ്പൈൻ ചെയ്തേ കിട്ടുള്ളൂ. ഇവിടെ ഇഷ്യൂ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദം ആയിക്കോട്ടെ, ഇപ്പം ഹോമിയോപ്പതിയിലും ഈ സംഭവം വരുന്നുണ്ട്. ഹോമിയോപ്പതി ഡോക്ടേഴ്സും ഇതുപോലെ എന്താ പറയാ ഫിസിയോതെറാപ്പി
ആണെന്ന് പറഞ്ഞൊക്കെ നടത്തുന്നുണ്ടെന്ന് പറയുന്നു. ഇനി അതെ, ഇതൊക്കെ recent ഉള്ള നമുക്ക് അങ്ങനെ ഒരു ആൾക്കാരാണോ ന്യൂസ് കേട്ടു. കേട്ടു, ഇനി അത് പക്ഷെ ഉള്ള അവിടെ വർക്ക് ആളാണോ, ചെയ്യുന്ന ആള് ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലാന്ന് പോലും അതിനെ അറിയാൻ കഴിഞ്ഞു. അതിനി ഉള്ളതാണോ അതെ, ഇല്ലാത്തതാണോ എന്നൊന്നും നമുക്ക് അറിയില്ല. നമ്മൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. അപ്പം ഇന്നത്തെ സമൂഹം അങ്ങനെയാണ്. ആൾക്കാർക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ആയി അല്ലെങ്കിൽ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. പിന്നെ ഫിസിയോസ് കൂടുതലായിട്ടും ഹോം കെയർ സർവീസസ് കൊടുക്കുന്ന ആൾക്കാരാണ്. അത് എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ സ്ട്രോക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ TKR ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ വീട്ടിൽ പോയിട്ട് കേസ് നോക്കാറുണ്ട്. അതെ. അപ്പൊ ഉണ്ടാവുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് പല ആളുകളും റിയൽ ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലാഞ്ഞിട്ട് പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ആണെന്ന പേരില് പറഞ്ഞിട്ട് പോയി ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെന്റ് അതെ, ചെയ്യുന്നുണ്ട്. ഇത് എത്രത്തോളം വർക്ക് ആവും എന്നുള്ളതിൽ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. ഞങ്ങൾ വെറുതെ ഈ 4-5 വർഷം പഠിച്ചിട്ട് ഇറങ്ങിയ ആൾക്കാരല്ലല്ലോ, വെറുതെ അല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്, അല്ലേ? അതെ. അതിലെന്താ ഒരു ഒപ്പീനിയൻ? എസ്പെഷ്യലി സത്യത്തിൽ ഇത് കോമൺ ആയിട്ട് എനിക്ക് കാണാൻ പറ്റും. ഞാൻ ഇതിനു മുന്നേ സിറ്റീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. എനിക്ക് അവിടെ അത്ര വിഷയം തോന്നിയിട്ടില്ല. നമ്മുടെ മുണ്ടക്കയം പോലുള്ള റൂറൽ ഏരിയാസിലാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നതാണ് സത്യം. അതെ, കുറച്ച് ഉള്ളിലോട്ടുള്ള ഏരിയയിൽ, കാരണം ഇതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. അപ്പൊ ആരും അതിനെ കുറിച്ച് അന്വേഷിക്കാനോ അത് ഇത് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ അല്ലെങ്കിൽ ഇയാൾ എവിടെയാണ് പഠിച്ചത്, ഇയാൾ സർട്ടിഫിക്കേഷൻ ഉണ്ടോ, ഇതൊന്നും നോക്കുന്നില്ല. കാരണം അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയാൽ മതി എന്നുള്ള ലെവലാണ് അവര്. അവരുടെ പക്ഷെ ചിന്ത. ഈ ചെയ്യുന്നത് പലതും തെറ്റായിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് കാര്യങ്ങളാണ്. റീസെന്റ് അങ്ങനെ ഒരു കേസ് ഇൻസിഡൻസ് വന്നുകൊണ്ടാണ് വന്നിട്ടുണ്ട് നമുക്ക്. നമ്മളിത് അതുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രമാണ് അത് പറയുന്നത്. ഇതിൽ പറയുന്നത്. Yes. അത് ഇതിലിപ്പം ഇഷ്യൂ എന്താ വെച്ചാൽ, ഇപ്പൊ ഒരു സ്ട്രോക്ക് ആണെങ്കിൽ അത് പടിപടിയായിട്ട് വേണം നമ്മളത് റിക്കവറി ആക്കി എടുക്കാനായിട്ട്. ആ റിക്കവറി പീരീഡ് എന്ന് പറയുന്നത് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അത് അറിയാത്ത നിലയ്ക്ക് അതൊരു ഇഷ്യൂ തന്നെയാണ്. അവരത് കറക്റ്റ് ആയിട്ട് ചെയ്യില്ല, റിക്കവറി ഡിലേ ആവും. ഒരു ടൈം പീരീഡിനുള്ളിൽ റിക്കവറി കിട്ടിയില്ലെങ്കിൽ സ്ട്രോക്കിനൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് വരികയാണ്, എന്താണ് ട്രീറ്റ്മെന്റിന് വരികയാണ് എന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ അതൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണെന്ന് നിങ്ങൾ ചോദിക്കുക. അവരുടെ ഡിഗ്രി ചോദിക്കുക, അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറയാ. അവര് ബാധ്യസ്ഥരാണ് അവർ ഫിസിയോതെറാപ്പിസ്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ KAPCയോ IAPയോ ഇതൊക്കെയാണ് ഞങ്ങളുടെ അസോസിയേഷൻ. ഇതിൽ എന്തെങ്കിലും മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ചിലർ എടുക്കുന്നുണ്ടാവില്ല, എങ്കിൽ പോലും അപ്പുറത്തും ഇപ്പുറത്തുള്ള ഫിസിയോസിനൊക്കെ അറിയായിരിക്കും ഇയാള് ഫിസിയോ ആണെന്നുള്ളത്. ഒന്നുമില്ലെങ്കിൽ PHCയിൽ പോയി അന്വേഷിക്കുക, ഇന്ന പോലെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് വരുന്നുണ്ട്, അതുള്ളതാണോ, കറക്റ്റ് ആളാണോ എന്നെങ്കിലും നിങ്ങൾ അന്വേഷിക്കാൻ നോക്കുക. എന്നിട്ടേ നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കാവുള്ളൂ. നിങ്ങളുടെ പൈസ പോകുന്നത് മാത്രമല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിക്കവറി അത്രയും ഡിലേ ആവും. നിങ്ങൾ വെറുതെ കൊടുക്കുന്നതായി പോകും ആ പൈസ. ശരിയല്ലേ? പിന്നെ ഒരു കാര്യം എല്ലായിടത്തും ഓർമ്മിപ്പിക്കാനുള്ള എന്താന്ന് വെച്ചാൽ, നമ്മള് കുറച്ച് ദിവസം ഒരു പേഷ്യന്റ് അടുത്ത് പോയി, ഒരു 5-10 ദിവസം പോയി, ഇമ്പ്രൂവ്മെന്റ് കണ്ടില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് വരുന്ന ഒരു സംഭവം. എസ്പെഷ്യലി ന്യൂറോ കേസസ്. അതെ, ന്യൂറോ കേസസ് പറഞ്ഞാൽ ടൈം കൺസ്യൂമിങ് ആണ്. അത് കുറച്ച് ടൈം എടുക്കും. അപ്പൊ നമ്മള് അതിന് വേണ്ടിയോ ഞാൻ 10 ദിവസം ചെയ്തു എന്നിട്ട് എനിക്കൊരു മാറ്റം വന്നില്ല, അത് കാരണം ഞാൻ നിർത്തുകയാണ് എന്നുള്ള രീതിയിൽ നിർത്തി കഴിഞ്ഞാൽ അതിന്റെ ലോസ് നിങ്ങൾക്ക് തന്നെയാണ്. ഈവൻ ഓർത്തോ കേസ് ആണെങ്കിൽ പോലും സിവിയർ സ്റ്റിഫ്നെസ് ഒക്കെ ആണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം, നമുക്ക് വരുന്ന ഓരോ അസുഖങ്ങളും നമുക്ക് ഒറ്റയടിക്ക് വരുന്ന സാധനങ്ങളല്ല. ഇതൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിന്റെയോ പാറ്റേണിന്റെയോ ബിഹേവിയറിന്റെയോ ഒക്കെ ആയിരിക്കാം. അതൊക്കെ 10 ദിവസം അല്ലെങ്കിൽ 5 ദിവസം അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് മാറ്റാന്ന് പറയാനായിട്ട് ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞ മജീഷ്യൻസ് ഒന്നും അല്ല. അതെല്ലാവരും മനസ്സിലാക്കണം. അതെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല്, ഇതേ സെയിം കണ്ടീഷനിലുള്ള വേറൊരാൾക്ക് ഇത്ര ദിവസം കൊണ്ട് മാറിയല്ലോ എന്നും കൂടെ കംപ്ലൈന്റ് പറയും. പക്ഷെ ഇതൊക്കെ ഓരോ ഫാക്ടേഴ്സ് ആണ്. ഏജ് ഫാക്ടർ ആണ്, അവരുടെ ഹെൽത്തി സ്റ്റൈൽ ഫാക്ടർ ആണ്, ട്രിഗേഴ്സ് ഫാക്ടർ ആണ്. നമ്മൾ ചിലപ്പോ പറയുന്നുണ്ടാവും നിങ്ങളോട് ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് തൽക്കാലം, പക്ഷെ നിങ്ങൾ അതൊന്നും കേൾക്കണ്ടാവില്ല. സ്റ്റൈലും അതുപോലെ എല്ലാം ഇതൊക്കെ വേരി ആവും ഓരോരുത്തർക്ക്. അതുകൊണ്ട് തന്നെ ഓരോ പേഷ്യന്റും ഡിഫറെന്റ് ആണ്. ഓരോ പേഷ്യന്റ് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റും ഡിഫറെന്റ് ആണ്. ഓരോ പേഷ്യന്റിന്റെ റിക്കവറി പീരീഡും ഡിഫറെന്റ് ആണ്. അത് ആദ്യം എല്ലാവരും മനസ്സിലാക്കണം. ഇത് ജസ്റ്റ് ഒരു കോൺവെർസേഷൻ മാത്രമാണ്. അതായത് നമുക്ക് എന്തൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഇതിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ഞങ്ങളടുത്ത് ചോദിക്കാം, കമന്റ് സെക്ഷനിൽ പറയാം. അതെ, ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം, വിളിക്കാം, എന്തും ചെയ്യാം. അതെ, ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരും. അല്ലെങ്കിൽ ഇപ്പൊ അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിനെ കുറിച്ച് പഠിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു തരും. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ.